ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രേഷ്മ സജി ഒഫീഷ്യൽ. ഈ വീഡിയോയിൽ നമ്മളുടെ ന്യൂ ഇയർ ആഘോഷങ്ങളാണ്. ന്യൂ ഇയർ നൈറ്റിൽ 12 മണിക്കലത്തെ ആഘോഷങ്ങളാണ്. അതിനായിട്ട് നമ്മൾ വെള്ളനാതുരത്ത് ബീച്ചിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അഴീക്കെ ബീച്ചിൽ പോകാനിരുന്നത്, പക്ഷെ അവിടെ പ്രോഗ്രാംസ് ഒന്നും ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ പോയാലും ഇവിടെ പോയാലും പിന്നെ കടലും നോക്കി ആൾക്കാരെയും കണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അത്രയും ലോങ് ഓടേണ്ടെന്ന് വിചാരിച്ചു. കുറച്ചുകൂടെ അടുത്ത് വെള്ളനാതുരത്താണ്ട് അങ്ങോട്ടേക്ക് എത്തി. അവിടെ എത്തിയപ്പം നമ്മുടെ കുറച്ച് സ്റ്റുഡൻസിനെയും കൂടെ പഠിപ്പിച്ച സാറിനെയൊക്കെ കണ്ടു. അങ്ങനെ അവരുമായിട്ട് ഫോട്ടോസും വീഡിയോയൊക്കെ എടുത്ത് കുറച്ച് നേരം അവരുമായിട്ട് ഒന്ന് കാര്യമൊക്കെ പറഞ്ഞു. ഞങ്ങൾ എത്തിയ സമയത്ത് ഞങ്ങളൊരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അവിടെ അധികം ആളൊന്നുമില്ല. അങ്ങ് ഇങ്ങായിട്ടൊക്കെ ഇതുകൂട്ടൊക്കെ കുറേ ആളുകൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെ ഇരിക്കുന്നു. ഞങ്ങൾ വിചാരിച്ചു ഇത്രയും പേരൊക്കെ കാണത്തുള്ളായിരിക്കുന്നു. അപ്പോൾ ഒരു 9-9:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത്രയും ആളുകളൊക്കെ ഉണ്ടായിരുന്നു. കടയും ഒക്കെ ആയിട്ട് നല്ല ലൈവായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ കറങ്ങി നടന്നു. അപ്പോൾ ഉണ്ട് ഒരു എക്സ്പാൻഷൻ എന്ന് പറഞ്ഞൊരു ക്ലോത്തിങ് ബ്രാൻഡ് ജനുവരി 3 കരുനാഗപ്പള്ളി ഇനാഗുറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആഡുമായിട്ട് അതിൻ്റെ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളുമൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഒരു അച്ഛനെ വിളിപ്പിച്ച് പാട്ടൊക്കെ പാടി, അച്ഛൻ ഓമനപ്പുഴ കടപ്പുറത്ത് പാട്ടൊക്കെ പാടി ഭയങ്കര വൈബാക്കി. അങ്ങനെ അച്ഛനവർ സമ്മാനമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരിങ്ങനെ ഓരോരോ പ്രോഗ്രാംസ്, ഓരോ ടാസ്ക് ഒക്കെ കൊടുത്ത് ഇങ്ങനെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുമായിരുന്നു. അതിൻ്റെ ഇടയിൽ അവരെന്തോ ക്ലിക്ക് ആൻഡ് വിൻ എന്നും പറഞ്ഞിട്ടൊരു 2,000 രൂപ വർത്ത് വരുന്ന ഗിഫ്റ്റ് വൗച്ചർ എന്തോ ഉള്ള ഒരു വേറെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ അത് പോസ്റ്റ് ചെയ്താലെന്തോ ഗിഫ്റ്റ് കിട്ടുന്നതായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ വേറെ പ്രോഗ്രാംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഇവരുടെ പിറകെ കൂടി. അങ്ങനെ ഞങ്ങളും കുറച്ച് നേരം അവിടെ പോയിരുന്ന് ഇതൊക്കെ കണ്ട്. പിന്നെ അവർ വേറൊരു ടാസ്ക് കൊടുത്ത് കപ്പിൾസ് ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഏട്ടനെ കിടന്ന് വിളിച്ചു. ഏട്ടൻ ഒരു തരത്തിൽ വന്നില്ല. അപ്പോൾ ഉണ്ട് ആരും വരാതായപ്പം ഒരച്ഛനും ഒരമ്മയും വന്നു. പിന്നെ ബാക്കി ഭർത്താക്കന്മാർ വരാൻ വന്നു. അങ്ങനെ ഫ്രണ്ട്സായിട്ടുള്ളവരോ അങ്ങനെ കുറച്ച് 2-3-4 ടീം വന്നു. അങ്ങനെ അതിനകത്തൊരു പ്രായമുള്ളൊരു അച്ഛനും അമ്മയും മാത്രം ഉണ്ടായിരുന്നു കപ്പിൾസായിട്ട്. അപ്പോൾ ഒരു ടാസ്ക് അനൗൺസ് ചെയ്തു. അതിങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുന്നതായിരുന്നു. ഏറ്റവും അധികം നേരം ഹോൾഡ് ചെയ്ത് നിൽക്കുന്നവർക്ക് സമ്മാനം കിട്ടും. അങ്ങനെ പിന്നെ ആ അമ്മയ്ക്ക് പ്രായമുള്ള ആയതുകൊണ്ട് ആ അമ്മയെ മാറ്റിയിട്ട് വേറൊരാൾ വന്നു അച്ഛനെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ അച്ഛൻ ആളെ എടുത്തൊക്കെ നിന്നു. അങ്ങനെ കുറേ നേരം, പക്ഷേ രസമുണ്ടായിരുന്നു. എല്ലാവരും അവരെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, കൈയൊക്കെ അടിച്ച്. അങ്ങനെ ഭയങ്കര കോമഡിയും ഒക്കെ ആയിട്ടിങ്ങനെ പുള്ളി ആങ്കർ ചെയ്യുന്ന പുള്ളി എന്നുള്ള രസമുണ്ടായിരുന്നു. അങ്ങനെ നിന്ന് അവസാനമായപ്പം ആ അച്ഛൻ്റെ ടീമും പിന്നെ മറ്റേ അവർ മാത്രമാണ് ലാസ്റ്റ് വരെ നിന്നത്. ഞാൻ അവസാനം വരെ അവർ നിന്നിട്ടുണ്ടായിരുന്നു. അവസാനം പുള്ളി കൗണ്ട് ഡൗൺ തുടങ്ങിയിട്ടും ആ അച്ഛൻ മാക്സിമം മറ്റേ പുള്ളി എത്തിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ആ പുള്ളി ആ അച്ഛൻ്റെ മരുമോൻ എന്തോ ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് വരെ അവർ നിന്നു. അങ്ങനെ അവർക്ക് പ്രൈസൊക്കെ കിട്ടി. അങ്ങനെ അവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന കണ്ടിട്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ച് കടൽ തീരത്തോട്ട് വന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കടൽ തീരത്തോട്ട് നടന്നു. മണ്ണി വന്ന് അവിടെ വന്നിരുന്നു. ഏട്ടന് പിന്നെ അവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പുള്ളി അങ്ങ് ചാച്ചി. ഞാനാണെങ്കിൽ അതിനെയും ചുമന്നുകൊണ്ട് പിന്നെ അവിടെ ഇരിക്കുകയാണ്. പിന്നെ നമ്മുടെ കൂടെയുള്ള ടീംസൊന്നും എത്തിയിട്ടില്ലായിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞ് ചുറ്റിനും നോക്കിയപ്പോൾ ഉണ്ട് വന്നപ്പോൾ കണ്ട ആളൊന്നുമല്ല. ആളിങ്ങനെ കൂടിക്കൂടി വരികയാണ്. കുറേ പയ്യന്മാരും ടീംസും അവിടെ സ്പീക്കറൊക്കെ വെച്ച് പാട്ടൊക്കെ ഇട്ട് വൈബ് ചെയ്യുന്നു. അങ്ങനെ ചുറ്റും നല്ല തിരക്കായി. പിന്നെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ വട്ടം കൂടിയിരുന്ന് മറ്റേ കടലയും ബജ്ജിയൊക്കെ വാങ്ങിച്ചു കഴിച്ച് 12 മണിയാവാൻ ആവുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ സമയം പോയിക്കൊണ്ടിരുന്നു. ആളുകളുടെ എണ്ണവും കൂടിക്കൊണ്ടിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല തിരക്കായി. നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളാണെങ്കിൽ എല്ലാവരെയും വിളിച്ചിട്ട് കാറിലൊക്കെ വന്നോ, കുഴപ്പമില്ല, നമ്മൾ കാർ എടുക്കാൻ വന്നത് ഈ തിരിച്ചു പോകാൻ പാടല്ലേ. അപ്പോഴത്തേക്കും 12 മണിയായി. ഹാപ്പി ന്യൂ ഇയർ ഓൾ. അങ്ങനെ ഭയങ്കര വൈബായിരുന്നു. ഒത്തിരി ആളുകളുടെ കൂടെ ഇങ്ങനെ വേറെ പാട്ടും പരിപാടി ആഘോഷമൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇതൊരു ഹാപ്പിനെസ് അല്ലേ. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഹാപ്പി ന്യൂ ഇയറൊക്കെ വിഷ് ചെയ്ത് 2026 വരവേറ്റിരിക്കുന്നു. ഒരുപാട് പ്രതീക്ഷകളോടെയും പ്രാർത്ഥനയോടെയൊക്കെയാണ് 2026 എല്ലാവരും ചേർന്ന് നമുക്കറിയാത്തതും അറിയുന്നതുമായ ഒരു കൂട്ടം ജനങ്ങൾക്കിടയിൽ നിന്ന് അങ്ങനെ 2026 വെൽക്കം ചെയ്തിരിക്കുകയാണ്.
നാല് ചുറ്റും ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ കാഴ്ചകൾ, അതൊക്കെ കണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എല്ലാവരും ഇങ്ങനെ എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര ഹാപ്പിനെസ്, എല്ലാവരുടെയും സത്യത്തിൽ ചിരിക്കുന്ന മുഖം, അവിടെ നിൽക്കുന്ന ഓരോ മനുഷ്യരുടെയും ചിരിക്കുന്ന മുഖം കണ്ടുകൊണ്ടാണ് നമ്മൾ എത്രയോ അധികം നമുക്ക് അറിയുന്നതും അറിയാത്തതായിട്ടുള്ള എത്രയോ അധികം മനുഷ്യരുടെ ഹാപ്പിനെസ് കണ്ടുകൊണ്ടാണ് 2026 നമ്മൾ വെൽക്കം ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ ഇങ്ങനെ പുറത്ത് പോയിട്ട് നമ്മളിങ്ങനെ ന്യൂ ഇയർ വെൽക്കം ചെയ്യുമ്പം നമുക്ക് ഇത്ര ഒരു ഹാപ്പിനെസ് കൂടിയാണ് കിട്ടുന്നത്. അങ്ങനെ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടു. ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങൾക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും എല്ലാവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നതും പ്രതീക്ഷകളും ഒക്കെ സഫലമാകുന്ന ഒരു വർഷമായിട്ട് 2026 ആശംസിക്കുന്നു. എനിക്കും കുറേ പ്ലാൻസൊക്കെ ഉണ്ട്, അതെല്ലാം അച്ചീവ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏട്ടനപ്പം പോയി എനിക്കും കൗട്ടിക്കും ഒരു ലൈറ്റ് കത്തുന്ന ഇതൊക്കെ തലയിൽ വെക്കുന്നതൊക്കെ വാങ്ങിച്ചിട്ട് തന്നു. അങ്ങനെ അതൊക്കെ വെച്ചു ഞങ്ങൾ ഒരു 2026 ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഞാനും എൻ്റെ ചുട്ടുപണിയും 2026 കിടക്കുകയാണ്.